നമ്മളൊക്കെ ധാരാളം യാത്ര ചെയ്തവരും ചെയ്യുന്നവരുമൊക്കെയാണല്ലോ. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ വാഹനത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ പ്രത്യേകിച്ച് തണുപ്പുള്ള കാലഘട്ടം, ഈ സമയത്ത് നമ്മളുടെ യാത്രയിൽ നമ്മളുടെ വാഹനത്തിൻ്റെ മുമ്പിലേക്ക് തണുപ്പ്, മഞ്ഞുതുള്ളികൾ, കോടകളൊക്കെ വന്ന് വീഴുമ്പോൾ വളരെ പ്രയാസമല്ലേ നമ്മൾക്ക് മുമ്പോട്ടുള്ള യാത്രയിലേക്ക് സഞ്ചരിക്കാൻ? നിങ്ങൾ ചിന്തിക്കുക, ഇതൊരു പ്രയാസമായിട്ട് യാത്രയിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പടച്ച റബ്ബിലേക്ക് അടുക്കാൻ പല വിധത്തിലുള്ളതാകുന്ന ഇബാദത്തുകളൊക്കെയും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ 3 മറകൾ എത്രയൊക്കെ ദുആ ചെയ്താലും നമ്മളെ പടച്ചവനിലേക്ക് ആ ദുആയിനെ എത്തിക്കുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത്, ഒന്ന്, പടച്ചവൻ നമ്മൾക്ക് ധാരാളം അനുഗ്രഹങ്ങളും അധികാരങ്ങളും ഒരുപാട് സമ്പത്തും സ്വാധീനങ്ങളും ഒക്കെ തന്നു. പക്ഷേ ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കരമായ സന്തോഷത്തിൽ മതിമറന്നാണോ നീ ജീവിക്കുന്നത്? അത് പടച്ചവനിലേക്ക് എത്താനുള്ളൊരു മറയാണ്. അതുകൊണ്ട് സന്തോഷിക്കണം, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാകണം. അതുപോലെ ഒരുപാട് അധികാരങ്ങളും സ്വാധീനങ്ങളും ഒക്കെ തന്ന ഈ റബ്ബ് ഒരു നിമിഷം കൊണ്ട് നിൻ്റെ സമ്പത്തും നിൻ്റെ അധികാരവും നിൻ്റെ സ്ഥാനമാനങ്ങളും ഒക്കെയും എടുത്തു കളഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഒരു വിധത്തിലുള്ള വിലയുമില്ലാത്ത അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ട് എത്തിക്കുമ്പോൾ അതിൽ ഖേദിച്ച് പൊട്ടിക്കരയൽ അതും പാടില്ല. പടച്ചവൻ നൽകിയത് പടച്ചവൻ തിരിച്ചെടുത്തു. അതിൽ സംതൃപ്തിപ്പെടുകയും സമാധാനിക്കുകയും ക്ഷമ കൈക്കൊള്ളുകയും വേണം. അതാണ് രണ്ടാമത്തെ മറ. മൂന്നാമതൊരു മറയുണ്ട്. അത് ജനങ്ങളൊക്കെയും വന്നിട്ട് അത് അടിപൊളിയാ, ഇതടിപൊളിയാ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ ഞാനൊരു സംഭവമാ എന്ന രീതിയിലാണോ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള പോക്ക്? പ്രശ്നമാണ്. അവിടെയും ഒരു മറയുണ്ട്. ഇത്തരം മറകളൊക്കെ മാറ്റുക. പടച്ചവൻ നൽകിയതിൽ തൃപ്തിപ്പെടാനും പടച്ചവൻ എടുത്തു കളഞ്ഞതിൽ ക്ഷമ കൈക്കൊള്ളാനും ജനങ്ങളുടെ ഇടയിൽ വഞ്ചിതരാകാതെയും ജീവിച്ച് നല്ല രീതിയിലാണെങ്കിൽ പടച്ചവൻ്റെ മുമ്പിലേക്കുള്ള ആ 3 മറയും നീങ്ങി പടച്ചവൻ നമ്മളുടെ ദുആകളൊക്കെയും ഏറ്റെടുക്കുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഇത് നമ്മളോട് പറഞ്ഞു തരികയാണ്. മറ്റുള്ളവരിലേക്കും എത്തിക്കുക നല്ലൊരു ജീവിതത്തിലേക്ക്. വീണ്ടും കാണാം.